ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ നമ്മുടെ ബിയറിഷ് ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള അഭ്യന്തരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ക്യൂസ് വരുമ്പോൾ മാർക്കറ്റിൽ ഒരു തകർച്ച ഉണ്ടാവും. അതുപോലെ സെയിം ടൈം ഒരു ഗ്ലോബൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്ലോബൽ ക്യൂസ് വന്നാലും ഇതേപോലെ മാർക്കറ്റ് തകരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ബിയറിഷ് മാർക്കറ്റ് താഴോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കാത്തു നിൽക്കുകയാണ്. അപ്പം അത്തരം കാരണങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം അതിനൊരു ക്ഷാമവുമില്ല. കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ചകളിൽ പ്രധാന വിഷയം US വെനിസ്വേല ടെൻഷൻസ് ആയിരുന്നു. അതിനുശേഷം ഇറാൻ US ടെൻഷൻസ് വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് പുതിയ ട്രേഡ് വാറിൻ്റെ ഒരു പോർമുഖം തുറന്നുകൊണ്ട് ട്രംപ് അഗ്രസീവായിട്ടാണ് യൂറോപ്യൻ യൂണിയനെതിരെ നീങ്ങുന്നത്. അപ്പോൾ ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. മാർട്ടിൻ ലൂതർ കിങ് ഡേയുടെ ഭാഗമായിട്ട് ജനുവരിയിലെ എല്ലാ മൂന്നാമത്തെ തിങ്കളാഴ്ചയും ഉണ്ടാവാറുള്ള അവധിയാണിത്. ഈ ദിവസങ്ങളിൽ ബാങ്കുകളും ഫെഡറൽ റിസർവും ഒക്കെ ക്ലോസ് ആയിരിക്കും. ഇതുകൂടാതെ നാസ്ഡാക്കും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ അവധിയായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാർക്കറ്റ് അവധിയാണ്. എന്നാൽ നാളെ ട്യൂസ്ഡേ മാർക്കറ്റ് തുറക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിലുള്ള US ഫ്യൂച്ചേഴ്സിൽ വന്നിട്ടുള്ള ഡിപ്പ് അതെത്രമാത്രം മാർക്കറ്റിനെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ പുതിയ ടാരിഫ് ഭീഷണിയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻലാൻഡിനെ ടോട്ടൽ പർച്ചേസ് ചെയ്യാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു നീക്കത്തിനെതിരെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എതിർപ്പിനെ മറികടക്കാൻ വേണ്ടി പുതിയൊരു ബ്ലാക്ക് മെയിൽ തന്ത്രമാണ് ട്രംപ് പാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 10% ഒരു ടാരിഫ് ഫെബ്രുവരി 1 മുതൽ ഈ രാജ്യങ്ങൾക്കെതിരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജൂൺ മാസത്തിനുള്ളിലായിട്ട് ഈ ഗ്രീൻലാൻഡ് അമേരിക്കക്ക് വിട്ടുതരാൻ വേണ്ടിയിട്ട് അതിശക്തമായ സമ്മർദ്ദം ഈ രാജ്യങ്ങൾക്ക് മേൽ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് ഈ രാജ്യങ്ങൾ സഹകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് 25% ഒരു താരിഫ് ഉയർത്തുമെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തികച്ചും അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു നീക്കമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അമേരിക്ക എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അവരുടേതായ സ്വന്തമായ കാര്യങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അതിശക്തമായി ഇതിനെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന വേൾഡ് വൈഡ് മാർക്കറ്റിലെ അനിശ്ചിതത്വം അത് നമ്മുടെ പ്രതീക്ഷക്കപ്പുറത്താണ്. അതിൻ്റെ ഒരു ഫിയറാണ് മൊത്തത്തിൽ ഗ്ലോബൽ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പോൾ US-ൻ്റെ തന്നെ മേജറായിട്ടുള്ള ഡൗ ജോൺസ്, നാസ്ഡാക്ക്, S&P 500 ഈ നിമിഷം വരെ ഏകദേശം 1% മുതൽ 1.5% വരെ ഡൗൺ ആണ്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റിലുള്ള ഇൻഡെക്സുകളും ഇതേപോലെ ഏഷ്യൻ മാർക്കറ്റിലുള്ള ഇൻഡെക്സുകളും ഒക്കെ ഇതേപോലെ ചുവപ്പിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്നുണ്ടായിട്ടുള്ളതിൻ്റെ ഫോള് കമ്പാരിറ്റീവ്ലി അത്ര വലിയൊരു ഫോളാണെന്ന് പറയാൻ കഴിയില്ല. ഈ മറ്റ് ഗ്ലോബൽ ഇൻഡെക്സുകളിലൊക്കെ 1% കൂടുതലുള്ള ഒരു ഫോള് അവരുടെ ഫ്യൂച്ചറുകളിലൊക്കെ കാണുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ളത് ഒരു 0.42% ഒരു ഫോള് മാത്രമാണ്. അതായത് 108 പോയിന്റിൻ്റെ ഒരു ഫോൾ. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 25,585 എന്ന ലെവലിലാണ്. അപ്പോൾ 25,600 താഴെയാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ ഒരു ലെവലിൽ നിന്നും താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫോൾ ഏകദേശം 25,450, കൂടുതൽ സിവിയർ ആവുകയാണെങ്കിൽ 25,350 വരെയാണ് അടുത്ത സപ്പോർട്ട് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റി 50യിലുള്ള ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ടെക് മഹീന്ദ്ര, ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയുള്ള സ്റ്റോക്കുകളാണ് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് നിഫ്റ്റി 50യിൽ നമ്മൾ കാണുന്നത്. അവിടെ വലിയ ഫോളോ നടന്നിട്ടുള്ളത് വിപ്രോയിലും റിലയൻസിലും അതേപോലെ എറ്റേണൽ പോലെയുള്ള സ്റ്റോക്കുകളിലുമാണ്. ഈ റിലയൻസിൻ്റെയും ICICI ബാങ്കിൻ്റെയും HDFCൻ്റെയും റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ആ റിസൾട്ടിൽ നമ്മൾ കണ്ടതാണ് ICICI ബാങ്കിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും വളരെ മോശമായിരുന്നു. പ്രോഫിറ്റിൽ 4% ഡൗൺ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ റിലയൻസിൻ്റെ പ്രോഫിറ്റും വളരെയധികം ഫ്ലാറ്റ് ആയിട്ടാണ് കണ്ടത്. എന്നാൽ HDFC ബാങ്കിൻ്റെ റിസൾട്ട് മോശമല്ലാത്ത റിസൾട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഈ 3 സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും വലിയ ഫോളോ നടന്നിട്ടുള്ളത് റിലയൻസിലാണ്. റിലയൻസിൽ ഏകദേശം 3% കൂടുതലുള്ള ഫോളോ നടക്കേണ്ടായി. യഥാർത്ഥത്തിൽ അത്ര വലിയൊരു ഫോൾ ഉണ്ടാകാൻ മാത്രമുള്ള അത്ര മോശം റിസൾട്ട് ആയിരുന്നില്ല റിലയൻസിൻ്റേത്. ഇത് കൂടാതെ റിലയൻസ് ഓൾറെഡി അതിൻ്റെ ഹൈയിൽ നിന്നും കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മാസീവായിട്ടുള്ള സെല്ലിങ് നടത്തിയത് തീർച്ചയായിട്ടും അവിടെ FIAസിൻ്റെ ശക്തമായ സെല്ലിങ് നടന്നിട്ടുണ്ടാവാം. എന്നാൽ മോശം റിസൾട്ട് വന്ന ICICI ബാങ്കിൽ റിലയൻസിൻ്റെ അത്രത്തോളം ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ 2% ഒരു ഫോളാണ് കാണുന്നത്.
അപ്പോൾ മൊത്തത്തിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ശക്തമായ സെല്ലിംഗ് നടന്നപ്പോൾ അത് നല്ല റിസൾട്ട് വന്ന HDFCയിലും ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ HDFC ഒരുവിധം പിടിച്ചതായിട്ട് കാണാം. 0.55% ഒരു ഡ്രോപ്പ് മാത്രമാണ് HDFCയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ 3 സ്റ്റോക്കുകളും നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നിഫ്റ്റിയിൽ വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് റിലയൻസ് എന്ന് പറയുന്നത് ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും കൂടി ഏകദേശം 30% വെയിറ്റേജ് ആണ് നിഫ്റ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഫോള് റിലയൻസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും നിഫ്റ്റിയെ ബാധിക്കും. ഇന്ന് ബ്രോഡർ മാർക്കറ്റിലും വലിയ സെൽ ഓഫ് ആണ് നടന്നിട്ടുള്ളത്. BSEയിൽ 1226 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 3075 സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. NSEയിൽ നോക്കുകയാണെങ്കിൽ 871 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ ഈ 2316 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളിനേക്കാൾ ഇരട്ടിയിലധികം സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. മാർക്കറ്റിൻ്റെ മൂഡ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ എക്സ്ട്രീം ഫിയർ സോണിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇത് കഴിഞ്ഞ 4 ട്രേഡിംഗ് ഡേയിൽ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് കാണുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രീം ഫിയർ സോൺ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പൊതുവെ നമ്മൾ പറയാറുള്ളത് എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഗ്രീഡി ആകണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഇതൊരു വാല്യൂ ബൈങ് അവസരമായിട്ടും കാണുന്ന ധാരാളം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലുണ്ടാകും. അത് അവരായിരിക്കും സ്വാഭാവികമായിട്ട് ഇത്തരം ഘട്ടങ്ങളിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇതുകൂടാതെ നമ്മൾ കാണുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് 4% കയറിയതായിട്ട് കാണാം. ഇപ്പോൾ അത് 11.83 എന്ന ലെവലിലാണ്, ഏകദേശം 12 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജനുവരി തുടക്കത്തിൽ 9 ലെവലിൽ ഉണ്ടായിരുന്ന വിക്സാണ് ഇപ്പോൾ ഈ രീതിയിൽ ഉയർന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50-ൽ ഏറ്റവും വലിയ ഫോൾ നടന്നിട്ടുള്ളത് വിപ്രോ ഷെയറിലാണ്. ഏകദേശം 7% ഫോളാണ് വിപ്രോ പോലെയുള്ള ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം വിപ്രോയുടെ റിസൾട്ട് വന്നിരുന്നു. ആ റിസൾട്ടിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാർക്കറ്റ് ഓവറോൾ വലിയ നെഗറ്റീവ് റിയാക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിപ്രോയുടെ റവന്യൂവിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം 3.8% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്തും അതുപോലെ 5.5% ഇയർ ഓൺ ഇയർ ഗ്രോത്തും വിപ്രോയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റവന്യൂ സൈഡ് ഓക്കെയാണ്. എന്നാൽ പ്രോഫിറ്റബിലിറ്റിയാണ് വലിയ നെഗറ്റീവ് ഫാക്ടറായിട്ട് വന്നിട്ടുള്ളത്. അത് ഇയർ ഓൺ ഇയർ 7% വെച്ച് താഴ്ത്തു പോയിട്ടുണ്ട്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 3.9% താഴ്ത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ റവന്യൂ വർദ്ധിച്ചിട്ടും പ്രോഫിറ്റ് വലിയ തോതിൽ താഴത്തേക്ക് പോയി. ഇത് എല്ലാ IT സ്റ്റോക്കുകളിലും സംഭവിച്ച കാര്യം തന്നെയാണ്. ഇൻഫോസിലായാലും TCSലായാലും HCL ടെക്കിലായാലും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുതിയ ലേബർ റൂൾസുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ അലോക്കേഷൻ നടത്തേണ്ടി വന്നതിലാണ് ഈ ഒരു ഡ്രോപ്പ് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റിലുണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിപ്രോ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ കാണുന്നത്, നമുക്കറിയാം IT സ്റ്റോക്കുകളിൽ അവരുടെ ക്വാർട്ടർലി നമ്പേഴ്സ് രേഖപ്പെടുന്നത് റൂപ്പി ടേംസിലാണ്. എന്നാൽ അവർ ഏൺ ചെയ്യുന്നത് ഡോളറിൽ. റൂപ്പി ഡോളറിനെതിരെ വലിയ തോതിൽ വീക്കായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്പേഴ്സ് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ റവന്യൂ ഗ്രോത്ത് 1.4% മാത്രമേ കോൺസ്റ്റൻറ്റ് കറൻസി ടേംസിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് 1.2% മാത്രമാണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത്. അപ്പോൾ അണ്ടർലൈൻ ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഇത് കൂടാതെ ഇവർ നൽകിയിട്ടുള്ള ഒരു ഗൈഡൻസും ഈ വിപ്രോയിൽ വലിയ തോതിലുള്ള ഫോളിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ സീക്വൻഷ്യലായിട്ട് ഏകദേശം 0 to 2% ഒരു ഗ്രോത്ത് മാത്രമാണ് കോൺസ്റ്റൻറ്റ് കറൻസി ടേംസിൽ വിപ്രോ ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇവരുടെ ഡീല് വിന്ന് ചെയ്യുന്നത് വളരെയധികം സ്ലോ ആയിട്ടുണ്ട്. കാരണം ഇവരുടെ ടോട്ടൽ ബുക്കിംഗ്സ് ഇപ്പോൾ നിൽക്കുന്നത് $3.3 ബില്യൺ. അത് ഏകദേശം 1.7% ഇയർ ഓൺ ഇയർ ഡൗൺ ആയിട്ടാണ് കോൺസ്റ്റൻറ്റ് കറൻസി ടേംസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഗ്രോത്ത് ഗൈഡൻസും ഈ ഡീൽ വിന്ന് ചെയ്യുന്ന ആ ഒരു സ്ലോ മൊമെൻറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിപ്രോയുടെ ഫ്യൂച്ചർ ക്വാർട്ടർ റിസൾട്ടുകളൊക്കെ വളരെ മോശമാകാനുള്ള സാധ്യതയാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് കണക്കുകൂട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ശക്തമായ ഫോളാണ് നമ്മളിന്ന് വിപ്രോയിൽ കണ്ടത്. എന്നാൽ വിപ്രോയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ ക്യാഷ് ഫ്ലോ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ $474 മില്യൺ ഒരു ക്യാഷ് ഫ്ലോ ആണ് കാണിക്കുന്നത്. അതിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഏകദേശം 135% എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇവരുടെ അട്രീഷൻ റേറ്റ്, അതായത് തൊഴിലാളികൾ പിരിഞ്ഞു പോകുന്ന ആ ഒരു റേറ്റും കുറഞ്ഞിട്ടുണ്ട്. 14.2% ആണ് അത് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിങ് കോസ്റ്റും അതുപോലെ പുതിയ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റൊക്കെ കുറയും. അപ്പോൾ ഇതൊക്കെ കമ്പനിയിൽ പോസിറ്റീവാണ്. എന്നാൽ ഈ ഒരു പോസിറ്റീവ് ഒന്നും ഇവർ നൽകിയുള്ള ഫ്യൂച്ചർ ഗൈഡൻസിനെ മറികടക്കാൻ തക്ക രീതിയിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ശക്തമായ ഫോൾ ഉണ്ടായത്. ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ഏറ്റവും മുന്നേറിയ ഒരു സ്റ്റോക്ക് കാണുന്നത് ജിൻഡാൽസോ ആണ്. ഏകദേശം 18% ഇൻട്രാഡേ ഹൈ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി അതിൻ്റെ സീക്വൻഷ്യൽ ബേസിസിൽ
പ്രോഫിറ്റ് 78.7% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇയർ ഓൺ ഇയറിൽ അവിടെ 48% ഡിക്ലൈനാണ്. അതുപോലെ റവന്യൂവും ഏകദേശം 16% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർധനവുണ്ടെങ്കിലും ഇയർ ഓൺ ഇയറിൽ അത് 6% ഡൗൺ ആണ്. അപ്പോൾ ഈ 2 ക്വാർട്ടറിൽ ശക്തമായ ഒരു ചേഞ്ച് ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം എബിട്ട 31% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവരുടെ ടോട്ടൽ ഓർഡർ ബുക്ക് വോളിയം അത് 1.96 മില്യൺ മെട്രിക് ടൺ ആയിട്ട് ഡിസംബർ ക്വാർട്ടറിൽ വന്നതായിട്ട് കാണാം. അത് സെപ്റ്റംബറിൽ 1.9 മില്യൺ മെട്രിക് ടൺ ആയിരുന്നു. അപ്പോൾ ഓർഡറിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ശക്തമായ തിരിച്ചുവരവാണ് ജിൻഡാൽ സ്റ്റോയിൽ ഒരു നല്ല മുന്നേറ്റത്തിന് ഇന്ന് കാരണമായിട്ടുള്ളത്. അതുപോലെ ഇന്ന് നിഫ്റ്റി 50-ൽ ഏറ്റവും മുന്നേറിയ സ്റ്റോക്ക് ഇന്റർഗ്ലോബ് ഏവിയേഷനാണ്. ഏകദേശം 4% മുതൽ 5% വരെയുള്ള ഒരു ഇൻട്രാഡേ ഹൈ അത് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇന്റർഗ്ലോബ് ഏവിയേഷനെതിരെ നെഗറ്റീവ് ന്യൂസാണ് ഇന്ന് വന്നിട്ടുള്ളത്. 22 കോടിയുടെ ഒരു പെനാൽറ്റി DGCA ഇവർക്കെതിരെ ചുമത്തിയ ദിവസമാണിന്ന്. കാരണം ഡിസംബർ മാസം ഇവരുടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ മൊത്തം തകരാറിലാവുകയും വലിയ തോതിലുള്ള നഷ്ടം യാത്രക്കാർക്ക് വരുത്തിവെക്കുകയും ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതിനെതിരെയായിരുന്നു ഈ ഒരു പെനാൽറ്റി. എന്നാൽ ഇവിടെ എന്നിട്ട് പോലും ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള കാരണമായിട്ട് കാണുന്നത് ജെഫ്രീസ് ഇതിൻ്റെ ടാർഗറ്റ് ഉയർത്തിയതാണ്. അതായത് അവർ ഇതിനൊരു ബൈ ടാർഗറ്റ് കൊടുത്തുകൊണ്ട് 6140 എന്ന ടാർഗറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ജെഫ്രി അതിന് കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ഈ DGCA ഇൻഡിഗോ എയർലൈൻസിന് എതിരെ ചുമത്തിയിട്ടുള്ള ഈ ഒരു പെനാൽറ്റി അത് വളരെ മോഡസ്റ്റ് ആണെന്നും അത് പ്രതീക്ഷയിനേക്കാൾ കുറവാണെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ ഷെഡ്യൂളെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയും അത് ഗവൺമെൻറ് മൈൽ സ്റ്റോണൊക്കെ പാലിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ്. അതുകൂടാതെ ഈ ഫ്ലൈറ്റ് ക്യാൻസലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റീഫണ്ടുകളും പ്രോസസ്സ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറി ഇൻഡിഗോ സ്റ്റോക്കിൽ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ജെഫ്രീസിൻ്റെ ഈ ഒരു ബൈ റേറ്റിംഗ് ഈ സ്റ്റോക്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം 6140 എന്നുള്ള ടാർഗറ്റ് പ്രൈസ് നിലവിലുള്ള പ്രൈസിൽ നിന്ന് 30% ഒരു അപ്സൈഡാണ്. അപ്പോൾ 6225 എന്ന പ്രൈസ് ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈ പ്രൈസാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഇവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓഗസ്റ്റ് മാസം 2025 മുമ്പായിട്ട് തന്നെ അച്ചീവ് ചെയ്യുമെന്നും ജെഫ്രി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഈ സ്റ്റോക്കിൽ ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ജനുവരി വരാൻ പോകുന്ന 22-ാം തീയതിയാണ് ഇവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ്റെ റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വലിയൊരു ലോസ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ലോസ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നാൽ പോലും ഈ സ്റ്റോക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയാണ് പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ഇൻട്രാഡേയിൽ 8% വരെ പോയിട്ടുള്ള ഒരു സ്റ്റോക്ക് CG Power ആണ്. അപ്പോൾ ആ ഒരു മൂവിന് കാരണമായിട്ടുള്ളത് ഇവർ നേടിയിട്ടുള്ള ഒരു ഓർഡറാണ്. ഏകദേശം 900 കോടിയുടെ ഒരു ഓർഡറാണ് ടാൽഗ്രാസ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് സൊല്യൂഷനിൽ നിന്ന് നേടിയിട്ടുള്ളത്. ഇത് US-ലുള്ള ഒരു ഡാറ്റാ സെൻറ്റർ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഓർഡറാണ് എന്നുള്ളതാണ് ഈ ഒരു ഓർഡർ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് CG Powerൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സിംഗിൾ ഓർഡറാണ്. അപ്പോൾ ഈ ഒരു US ഡാറ്റാ സെൻറ്റർ പ്രൊജക്റ്റിലേക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നത് പവർ ട്രാൻസ്ഫോമേഴ്സാണ്. അപ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് റിലയബിലിറ്റിയും എഫിഷ്യൻസിയുമുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു ഓർഡറാണിത്. ഈ ട്രാൻസ്ഫോമർ സപ്ലൈ ചെയ്യുന്നത് ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഇത് 12 മുതൽ 20 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ഓർഡറാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ബുക്ക് ഇവരുടെ ഡാറ്റാ സെൻറ്റർ ബിസിനസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ബിസിനസ് മേഖലയിലേക്കുള്ള ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു പുതിയ കാൽവെപ്പായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നല്ലൊരു മൂവ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.